മറ്റുള്ളവര് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൾക്ക് വിട്ടുകൊടുക്കും. നമ്മളായിട്ട് അത്രയും അടിപൊളിയായിട്ട് ചാറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ വിട്ടുകൊടുക്കുന്ന അവരെ പേരാണ് പക്കാ ഊമ്പത്തരാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അവിഹിതം വീണ്ടും ഒരു ദാമ്പത്യബന്ധം തകർത്തിരിക്കുകയാണ് ഗൈസ്. ഫസ്മിന സക്കീറിനെ ഭൂരിഭാഗം ആളുകൾക്കൊക്കെ അറിയായിരിക്കും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. ഈ ഗെയിം സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തൊപ്പിയുടെ എക്സ് ലവർ ആയിരുന്നു ഈ ഫസ്മിന സക്കീർ എന്ന് പറയുന്ന പെൺകുട്ടി. ശേഷം ലല്ലു ബി എന്ന് പറയുന്ന ഈ പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയും നിക്കാഹ് കഴിയുകയും ചെയ്തു. അവർ ഒരുമിച്ചാണൊക്കെ താമസിക്കാറൊക്കെ ഉള്ളത്. ഇപ്പം പെട്ടെന്നാണ് അവർ സെപ്പറേറ്റ് ആയി എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് വല്ലാത്ത ചർച്ചകളും വാർത്തകളും ഒക്കെ ആവുന്നത്. സെപ്പറേറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലല്ലുബിന്റെ ചെറുതായിട്ടുള്ള ഒരു അവിഹിതമാണ്. പുള്ളിക്കാരൻ കണ്ട പെണ്ണുങ്ങളോടെല്ലാം കുൽസിത ചാറ്റുകളും വർത്താനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ശേഷം അതൊരു വലിയ പ്രശ്നമായി. ഇപ്പോൾ ഒരു ന്യായീകരണ വീഡിയോയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് കഥയിലെ വില്ലത്തി ആരാണെന്ന് പറഞ്ഞേക്കാം. മിസറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. തിരുവനന്തപുരത്താണ് വീട്, പക്ഷെ കോഴിക്കോടെങ്ങാണ്ടാണ് പഠിക്കുന്നത്. അതിന്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഹലോ, സോറി. സോറി എന്തിനാ? ഞാൻ ചെയ്ത തെറ്റെന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അവനെ കൊണ്ട് സോറി അറിയിപ്പിക്കും. നടന്നത് അവിഹിതമാണ് എന്ന് സമ്മതിക്കാൻ ആ കുട്ടിക്ക് വല്ലാത്ത മടിയുണ്ട്. ഒരുപാട് നേരം ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഒരു ദിവസം കണ്ട പരിചയത്തിലാണ് കയ്യും പിടിച്ച് ഫോട്ടോ എടുത്ത് ലല്ലു അവന്റെ ഇൻസ്റ്റയിലോ സ്നാപ്ചാറ്റിലോ എല്ലാണ്ടോ സ്റ്റോറിയൊക്കെ പോസ്റ്റ് ചെയ്തെന്നൊക്കെയാണ് ഈ മിസറിയ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അവർ തമ്മിൽ അവിഹിതമാണ് എന്നുള്ളത്. മിസറി എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകാരുടെ ഇടയിൽ ഫസ്മിന സക്കീർ ഒരുപാട് വോയിസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അവർ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. കുറച്ചു നാളത്തെ ബന്ധമാണ്. ഫസ്മിന ഭാര്യയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ച ബന്ധമാണ്. മെനയാന്നെങ്ങാണ്ട് ഫസ്മിന സക്കീർ അവരുടെ യൂട്യൂബ് ചാനൽ വഴി ലല്ലുബിന്റെ ഇത്തരത്തിലെ കാര്യങ്ങളും എല്ലാം തന്നെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 35 മിനിറ്റ് നേരത്തെ വീഡിയോ ആയിരുന്നു അത്. അതിനകത്ത് ആ ഒരു ഫോട്ടോസ്, കാര്യങ്ങൾ, സ്ക്രീൻ റെക്കോർഡ്സ്, ചാറ്റ്സ്, പിന്നെ ആ വോയിസ്, മിസറിയായിട്ട് സംസാരിക്കുന്നത്, കൂട്ടുകാരികളായിട്ട് സംസാരിക്കുന്നത്, ഈ വക എല്ലാ സാധനങ്ങളും എക്സ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ലല്ലു എന്ന് പറയുന്ന ഫസ്മിന സക്കീറിന്റെ ഭർത്താവ് ഒരു വീഡിയോയും കൊണ്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ട സമയത്ത് എന്തോ പുരുഷന്മാരെ അവിഹിതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പുള്ളി അതിൽ പറയുന്ന ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വൈഫായിട്ട് ഒട്ടും ഹാപ്പി അല്ലാത്തൊരു ലൈഫായിരുന്നു. അപ്പം റിലേഷനിലായിരിക്കുന്ന സമയത്ത് മറ്റൊരാളുമായിട്ട് അവിഹിതം വെക്കുന്നതിൽ തെറ്റില്ല എന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ലല്ലുവിന്റെ പ്രൊമോഷൻ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന പുരുഷ കേസരികളോടാണ്, നിങ്ങൾക്ക് ഭാര്യയായിട്ട് വഴക്കോ ബഹളോ വഴക്കും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ചിലപ്പോൾ അത് ഒരാഴ്ച 1.5 ഒക്കെ നീണ്ടു നിൽക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് ഓക്കെ ആവുകയും ചെയ്യും. അതൊക്കെ മിക്ക ദാമ്പത്തിക ബന്ധങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഏതെങ്കിലും രീതിയിൽ വഴക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒന്നിന്റെ തലയിൽ പോയിട്ട് പിന്നെ അത് സ്ഥിരമാക്കി കൂടെയുള്ളതിനെ അങ്ങോട്ട് ഒഴിവാക്കി വിടുന്ന പ്രവണതയും കാര്യങ്ങളൊക്കെ നിർത്തുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിർത്തുക. റിലേഷനിൽ ആയിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് വേറെ ഒന്നിനും കൂടെ വെക്കുന്നതിലും നല്ലത് അവരുമായിട്ട് മാന്യമായ രീതിയിൽ പറഞ്ഞ് വേർപിരിഞ്ഞതിന് ശേഷം നിങ്ങൾ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. സോ നമുക്ക് ഈ ഫസ്മിന സക്കീറിന്റെ ഭർത്താവായിരുന്ന ലല്ലു ബീന്റെ വീഡിയോ ഒന്ന് കാണാം. അവൾക്ക് ഞാൻ ഒരു ചാൻസ് കൊടുക്കുന്നു. ഇത് ഇവിടെ വെച്ച് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് ഫസ്മിന ഹുസൈൻ എന്ന സാക്കിറുടെ പുത്രി താങ്കൾ അനുഭവിക്കും. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ട് താങ്കൾ തന്നെ റിഗ്രറ്റ് അടിച്ച് വേണ്ട എന്ന് വെക്കും ഇത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോ അവൾക്ക് ഇനി അവളെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ എല്ലാ തെളിവ് സഹിതം എന്തുകൊണ്ട് ബ്രേക്കപ്പ്. അതെന്താ മോനെ, നിന്റെ കയ്യിൽ ഇപ്പൊ തെളിവൊന്നുമില്ലേ? ഇനിയിപ്പോ അവളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തെളിവുണ്ടാക്കാനുള്ള സമയം വേണ്ടി വരും. അതായിരിക്കും ഫസ്മിന ഇനി ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പൊ എനിക്കെതിരെ പറഞ്ഞ ഈ ഒരു നിസാര കാര്യം, അവിഹിതം, പെണ്ണുങ്ങളുമായിട്ടുള്ള കുൽസിത ചാറ്റ്, ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി വിടും. ഇനി ഫസ്മിന സക്കീർ അവരുടെ യൂട്യൂബ് ചാനലിൽ ഈ ലല്ലുബിന്റെ ഇപ്പൊ വന്ന ലൈവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറിച്ചിട്ടോ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ തെളിവും കൊണ്ടുവരും. അതുവരെ അവന് സമയം വേണം. കാരണം വേറൊന്നുമല്ല, കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ടൈം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ഗ്യാപ്പ് ചോദിച്ചേക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ തനിക്കെതിരെ വന്ന ഗുരുതരമായ ആരോപണവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ, മാറാൻ എന്തായാലും പോകുന്നില്ല, ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്
പുള്ളിക്കാരൻ എന്ത് ചെയ്യാം, കയ്യിലെ തെളിവും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ട് സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ പുള്ളിക്കാരൻ അത് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇനി ഫസ്മിനോടുള്ള അഗാധമായ പ്രണയമായിരിക്കാം. തന്റെ ഭാര്യയായിരുന്ന സ്ത്രീനെ ഇനി വെറുതെ നാറ്റിക്കണ്ട എന്നുള്ള സ്നേഹം. എന്തൊക്കെയേ പറഞ്ഞിട്ടിക്കണേ. ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ആരെടുത്താണ് സത്യം, ആരെടുത്താണ് ഇതെന്ന്. അതുകൊണ്ട് നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ സഹോദര, നിങ്ങൾ ആ വീഡിയോ ചെയ്യൂ. അതല്ലാതെ ഞാനൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താ ശരി, ആരുടെ ഭാഗത്താ തെറ്റെന്ന് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കാതെ നിന്റെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ നീ അത് തെളിയിക്കുക. സാധാരണ എന്തെങ്കിലും അലിഗേഷൻസ് കാര്യങ്ങളോ വരികയാണെങ്കിൽ നമ്മളാണ് റൈറ്റ് എങ്കിൽ നമ്മൾ അത് ആളുകളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാനും നോക്കുക. ഇത് അതല്ല അവൻ ചെയ്യുന്നത്. ഇപ്പൊ അവനത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അവൻ ആളുകളെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫസ്മിന സക്കീർ വീഡിയോ ഇടുകയാണെങ്കിൽ മാത്രമേ അവനത് പ്രൂവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിലെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. പിന്നെ എന്റെ കുറെ സെക്ഷൽ സെക്ഷൽ ചാറ്റ് എന്റെ പൊന്ന് കൽബോളെ, ഞാൻ ഒരാളായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഞാൻ ഈ മാരേജ് കഴിഞ്ഞിട്ട് ഒരു 3-4 month ആയിട്ട് ഏതെങ്കിലും ഗേൾസിനായിട്ട് മോശമായിട്ട് പെരുമാറിയിട്ട് നീ ആ മോശപ്പെട്ട ഗേൾസിന് വേണമെന്ന് നീ എന്റെ അടുത്തോ അല്ലാതെ നീ കംപ്ലൈന്റ് ആയിട്ട് പോവാം. ഇത് ഓരോരുത്തരായിട്ട് 1000 വിട്ടുകൊടുത്തിട്ട് 500 വിട്ടുകൊടുത്തിട്ട് എല്ലാവരും മെസ്സേജ് അയക്കൂ. എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും സെക്ഷൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടതാട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും. അത് ശരി, അത് നല്ല കഥയാണല്ലോ. ഇപ്പം സാധാരണ സ്ത്രീകൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിലുണ്ടെങ്കിൽ പറയാട്ടോ. സ്വന്തം ഭാര്യ ഭർത്താവിന് അവിഹിതമുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങള് മെസ്സേജ് അയച്ചാൽ കൺട്രോൾ പോകുമെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ത്രീകൾക്ക് പൈസ കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവന്റെ ഫോണിലേക്ക് മെസ്സേജ് അയപ്പിക്കുക. ശേഷം അവൻ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അത് പിടിക്കുക. ഇതൊരു പുതിയ അറിവാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ല. സ്വന്തം ഭാര്യ ഭർത്താവിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റു സ്ത്രീകളുമായിട്ട്. എന്നിട്ടോ നീ ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടില്ലേ? മെസ്സേജ് അയക്കുന്ന സ്ത്രീകൾക്കൊക്കെ നീ അങ്ങോട്ട് കയറി ചാടി കയറി ഞാൻ പിന്നൊന്നും മെസ്സേജ് അയച്ചില്ലേ മോനെ, അപ്പൊ നീയല്ലേ അവിടെ തോറ്റത്. അല്ലെങ്കിലും ഏതെങ്കിലും സ്ത്രീകള് സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീകളായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കും എന്നൊക്കെ പറയാൻ മാത്രം തരം താഴ്ന്ന ഒരാളെ ഉണ്ടാവുള്ളൂ. അത് നീ തന്നെ ആയിരിക്കും. ഞാൻ ഒറ്റ കാര്യം ചെയ്യട്ടെ, ഞാൻ സെക്ഷൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, അയച്ചിട്ടില്ലാതിരിക്കാം. നീ അയച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഒരു സെക്ഷൽ വീഡിയോ അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെക്ഷൽ വീഡിയോ ഓർ സെക്ഷൽ ചാറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെക്ഷൽ ചാറ്റ് നമ്മൾ ഒരു പെൺകുട്ടിന്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അയ്യോ ഡാ എനിക്ക് നിന്നെ കളിക്കണം, എനിക്ക് നിന്നെ അതാക്കണം ഇതാക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആരെങ്കിലും അങ്ങനെ പറയോ? ഏതെങ്കിലും കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും അങ്ങനെ പറയോ? ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് വളരെ റയർ ആയിട്ട് ചില കേസുകൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ അടുത്ത അജ്മൽ അമീറിന് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി നൈസിന് അതെല്ലാം കൂടി എടുത്ത് AI-ന്റെ തലയിൽ വെച്ചു കൊടുത്തു. നിനക്കും ഇത് AI ആണ് എന്ന് പറയുന്നതായിരുന്നു കുറച്ചും കൂടെ അഭികാമ്യം. പക്ഷെ നീ വേറെന്തെല്ലാമോ ആണ് പറയുന്നത്. നാട്ടിൽ ചില ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ. ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എനിക്ക് മെസ്സേജ് അയക്കുന്നു എന്നുള്ള സന്തോഷത്തിന്റെ ഭാഗമായിട്ടോ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ നീ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ തന്നേക്കാം. അവർക്ക് നീ കൊടുക്കുന്ന മറുപടിയും അവരോട് നടത്തുന്ന ചാറ്റും ഇത്തരത്തിലാകുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രശ്നമാവുമോ മകാനെ? ഉണ്ടോ? ആരെങ്കിലും പറയുന്ന ആൾക്കാരുണ്ടോ? നമ്മളടുത്ത് ഇങ്ങോട്ട് നല്ലപോലെ നിൽക്കുമ്പോൾ നമ്മൾ അതിലോട്ട് പോവും. സ്വാഭാവികം. ഏത് ബോയ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ ബോയ്സിന്റെയും കൂടെ കുത്തക നീ അങ്ങോട്ട് ഏറ്റെടുക്കണ്ട. എല്ലാ ബോയ്സും ഇങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് സംസാരിക്കുമ്പോഴേക്കോ ഇങ്ങനെ അങ്ങ് പോകുന്ന പുരുഷന്മാരാണ് എന്ന് നീ അങ്ങോട്ട് അടച്ച് വിലയിരുത്തണ്ട. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഒരു പുരുഷന്മാരും നല്ല മര്യാദയ്ക്ക് ജീവിച്ചു പോവില്ല ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ. ഓക്കെ, നീ നിന്റെ ഭാഗത്ത് നിനക്ക് തെറ്റ് പറ്റി, അത് നീ അങ്ങോട്ട് സമ്മതിച്ചേക്കുക. എന്നിട്ട് ഒരു സോറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ്. അങ്ങനെ എല്ലാ പുരുഷന്മാരെയും അട്ടിപ്പേറ് നീ ഏറ്റെടുക്കണം. ഓക്കെ, നമ്മളൊരു ഡിപ്രസ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ആ ആള് എനിക്ക് ഉള്ളത് പറയാനുള്ള സ്റ്റേഷനിൽ അവളെ ഉമ്മല്ല അവളെ ഉപ്പാന്റെയും പോലീസുകാരും മുൻപ് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞേ എനിക്ക് ഇവളോട് യാതൊരു തരത്തിലും ഫീലിങ്സ് ഇല്ല, എന്നെ ഇങ്ങോട്ട് വോയിസ് ചെയ്യിപ്പിക്കലാണെന്ന് അവളെ ഉപ്പാന്റെ മുഖത്ത് അന്തസ്സായിട്ട് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ വെച്ചിട്ട് മൂത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൾ കൂടെ ഉള്ള സമയത്ത് വേറെ പെണ്ണുങ്ങളുടെ കൂടെ കഴിഞ്ഞിടാൻ പോവല്ല വേണ്ടത്. മാന്യമായ രീതിയിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞത്, പള്ളി കമ്മിറ്റിക്കാരായിട്ട് സംസാരിച്ച് ആ ഒരു നിക്കാഹ് ബന്ധം തന്നെ വേർപെടുത്താമായിരുന്നു. അത് ചെയ്യാതെ ആ ഒരു ബന്ധത്തിൽ നിൽക്കെ തന്നെ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോയ നീ അധികം കിടന്ന് മെഴുകല്ലേ മോനെ. അങ്ങനെ നിന്നെ പോലുള്ള ചില വൃത്തികെട്ടവന്മാരൊക്കെ ചെയ്തേക്കാം, ഞരമ്പ് രോഗികൾ എസ്പെഷ്യലി. ഇനിയിപ്പോ അതല്ല, അവള് നിന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് നീ ഒരു ബന്ധത്തിൽ നിന്നതെന്നുണ്ടെങ്കിൽ നിനക്ക് ആദ്യമേ നിങ്ങൾ റിലേഷനിലായിരുന്ന സമയത്ത് അതൊരു വിവാഹത്തിലോട്ടോ അല്ലെങ്കിൽ നിക്കാഹിലോട്ടോ പോവാതെ തന്നെ നിങ്ങൾക്ക് അവിടുന്ന് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. മാന്യമായ രീതി പറഞ്ഞു ഒഴിവാവാമായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പറയാം, പൊന്നു സാറേ എന്റെ ബാഗും സാധനം എടുത്തിട്ട് എന്നെ ഒന്ന് വിടാൻ പറയുന്നതാണ്. കാരണം എനിക്ക് നമ്മൾ ഈ ഒരു ജയിലിൽ ഇട്ടാണ്ട് എന്തൊട്ട് പറയാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയണേ. എന്റെ അടുത്ത് വീഡിയോ സഹിതമുണ്ട്. പിന്നെ നിങ്ങളൊക്കെ വിചാരം നമുക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എങ്ങനെ അറിയോ?
നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാം. അതായത് നിങ്ങളെ പിക്ക് വെച്ചിട്ട് വേറെ വാട്സപ്പിൽ നിങ്ങളെ പിക്ക് വെക്കുക, ഒരു ബിസിനസ് വാട്സപ്പിൽ ഒരു പിക്ക് നിങ്ങൾ ഇതിലും വെക്കുക, എന്ത് നിങ്ങൾ നോർമൽ വാട്സപ്പിൽ, എന്നിട്ട് അങ്ങോട്ടും കൂടി ചാറ്റ് ചെയ്യാം. നമുക്ക് നൂഡായിട്ടും എന്ത് വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം. ഞാൻ ചാറ്റ് ചെയ്ത പേഴ്സൺ ആണ്. അത് ഞാൻ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ ചാറ്റ് ചെയ്ത് അംഗീകരിക്കണം. ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരാളടുത്ത് ഫീലിംഗ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കും. എന്റെ പൊന്നു മോളെ ഫസ്മിനെ നീനെ നമിച്ച് ഇതുപോലുള്ള ഒരു വൃത്തികെട്ടവന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചതിന് അവൻ പറയുന്ന ശുദ്ധ തെമാടിത്തരം കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നല്ല റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആളുടെ കൂടെ മെസ്സേജ് അയക്കുന്നോണ്ടോ പോകുന്നോണ്ടോ ഒന്നും തെറ്റില്ല എന്ന് തന്നെയാണ് അവൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ ഈ AI മറ്റേ നമ്മുടെ അജ്മൽ അമീറിന്റെ AI പോലെ പുള്ളി വേറെന്തോ ഒരു സംഭവം പറയുന്നുണ്ട്. DP വെച്ചിട്ട് ബിസിനസ് വാട്സപ്പ് തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിട്ട് ആ ചാറ്റൊക്കെ പുറത്ത് വിട്ട പോലെയാണ് പുള്ളി സംസാരിക്കുന്നത്. അത് നീ ചെയ്ത ചാറ്റല്ല എന്ന് നീ തെളിയിക്കും. ഫസ്മിന സക്കീറിന്റെ വീഡിയോയ്ക്കകത്ത് ഇവൻ പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന സമയത്ത് പഴയ ഫോണ് ഈ മിസറി എന്ന് പറയുന്ന അവിഹിതം വെച്ച് പുലർത്തിയ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തേപ്പിച്ച് വേറൊരു സെക്കൻഡറി ഫോണും കൊണ്ടാണ് അവൻ പോലീസ് സ്റ്റേഷനകത്തോട്ട് വന്നത് എന്നുള്ള കാര്യങ്ങൾ വരെ ഫസ്മിന സക്കീറിന്റെ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് ഈ മിസറിന്റെ കൂട്ടുകാരി കാര്യങ്ങളൊക്കെ അത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ലൈവിൽ വന്നിട്ട് ഈ വക തൊലിഞ്ഞ് വർത്താനം പറയാൻ ഇവന്റെ തൊലിക്കട്ടി സമ്മതിക്കണം മക്കളെ. മറ്റുള്ളവര് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൾക്ക് വിട്ടുകൊടുക്കും. നമ്മളായിട്ട് അത്രയും അടിപൊളിയായിട്ട് ചാറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ വിട്ടുകൊടുക്കുന്ന അവരെ പേരാണ് പക്കാ ഊമ്പത്തരാണ് അവർ ചെയ്യുന്നത്. അവര് കാണിച്ചത് ഊമ്പിത്തരാണെങ്കിൽ പിന്നെ നീ കാണിക്കുന്ന നക്കിത്തരം ഉള്ള തെണ്ടിത്തരം മുഴുവൻ കാണിച്ചു വെച്ചിട്ട് അവൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തലയിലെല്ലാം കൂടെ അങ്ങ് വെച്ചു കൊടുത്തേക്ക നാറി. എന്തോ ആയിക്കോട്ടെ, നമ്മളടുത്ത് ഇങ്ങോട്ട് ആരും സെക്ഷൽ മൈൻഡിൽ നിൽക്കാത്ത പക്ഷം നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആരെടുത്തും ഉണ്ടാക്കാറില്ല. ഓക്കെ, എനിക്കിത് ഈ ടൈമിൽ പറയണമെന്നുണ്ടായിട്ടല്ല. പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നിട്ട് ഇങ്ങോട്ട് ഉറക്കം കിട്ടണില്ല. എന്താ ചെയ്യാ? ഈ ഫസിയുടെ ഓരോ വീഡിയോസും കണ്ടിട്ട് നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ നിനക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാലോ. ഫസീന്റെ വീഡിയോ കണ്ടിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഇനി മുതൽ അങ്ങോട്ടുള്ളത് മുഴുവൻ ഉറക്കമില്ലാ രാത്രികളായിരിക്കും. ഫസ്മിന സക്കീർ അതിനുള്ള പരിപാടി കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തായാലും നീ സമാധാനമായിട്ട് ഉറങ്ങരുത്. ഒന്നുമില്ലെങ്കിൽ ആ പെണ്ണ് കിടന്ന് കരയുന്നില്ല, അതിനുള്ള നീ എന്തായാലും അനുഭവിക്കണം. വെല്ലുവിളിക്കണേ. അവൾക്ക് ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷിബിലി ആരാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനെ അറിയിച്ചു കൊടുക്കും ചെയ്യാൻ എന്തായാലും വീഡിയോ ചെയ്യും. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്തതിന് വേണ്ടില്ല, ഒന്നും ചെയ്തതിനും കുഴപ്പമില്ല. സത്യാവസ്ഥ അറിഞ്ഞാൽ മതി. എനിക്ക് അവളെ മാതിരി യൂട്യൂബിൽ റീച്ചും വേണ്ട, ഒന്നും വേണ്ട, ഒരു തേങ്ങ വേണ്ട, എനിക്ക് അക്കൗണ്ടേ വേണമെന്നില്ല. എനിക്ക് അവൾക്ക് ഞാൻ അത്രക്ക് മറ്റാരും പറഞ്ഞ അത്രക്ക് ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്ത് തന്നാൽ മതി. എന്റെ കൂടെ ജീവിക്കണം. എന്നിട്ട് ഡിവോഴ്സിന്റെ പേപ്പർ സൈൻ ചെയ്യും. ഡിവോഴ്സ് ചെയ്യാൻ ഞങ്ങൾ ലീഗലായിട്ട് മാരേജ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങള് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. നിക്കാഹ് പള്ളി കമ്മിറ്റി ഒരു സംഭവം വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഞാൻ അവൾക്ക് ഏത് നിമിഷമാണെങ്കിലും ഏത് ടാബ്ലറ്റ് ടു ടാബ്ലറ്റ് ടുമോറോ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കാം. നോ പ്രോബ്ലം. ബിക്കോസ് എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു പേഴ്സണിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് അറിയിക്കുന്നതല്ല. പിന്നെ എന്നെ അങ്ങനെ എന്താ പറയാ, ഞാന് എന്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ നിക്കാഹ് കഴിച്ചു പോയി. അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. എന്താ പറയാ, ഈ ഫസ്മിന സാക്കിർ എന്ന വ്യക്തിയുടെ ഇത് ഇനി അവള് വീഡിയോ ഇട്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. ഇനി ഫസ്മിന എന്ന പേഴ്സൺ ഇനി വീഡിയോ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫുള്ള് തെളിവ് സഹിതം വീഡിയോ ഇടും. വീഡിയോ ഇട്ട് സമൂഹത്തിനെല്ലാം മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തി അന്ന് അതായത് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയ എല്ലാത്തിനും വിട പറയും. അത് ഉറപ്പാണ്. അത് സത്യമാണ്. വിട പറയാതെ വേറെ നിവർത്തിയൊന്നുമില്ല. കാരണം ഫസ്മിന സക്കീർ ഇനി കൂടുതൽ തെളിവുകളായിട്ട് ഒരു വീഡിയോ പാർട്ട് 1 ആണ് നേരത്തെ വീഡിയോ ഇട്ടത്. പാർട്ട് 2 എന്ന് പറയുന്ന ഒരു വീഡിയോയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നീ എന്തായാലും വട്ടത്തി മുഞ്ചും. അപ്പൊ നീ എന്താണെങ്കിലും വേറൊരു വീഡിയോയും കൂടെ ഇട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഇനാക്റ്റീവ് ചെയ്തിട്ട് അങ്ങ് മുങ്ങും. അതല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. നാറുന്നതിന്റെ അങ്ങേയറ്റം നാറി ഇനി നാറാനേ പോകുന്നുള്ളൂ എന്നാണ് ഫസ്മിനേന്റെ ആ ഒരു വീഡിയോ കണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്, എന്നെ അർഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിന്നെ എന്തായാലും മിസറി അർഹിക്കുന്നുണ്ട്, മിസറിനെ എന്തായാലും നീയും അർഹിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ആ പെൺകുട്ടീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വേറെ അവരുടെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ ആയിട്ട് എക്സ്പോസ് ചെയ്യുന്ന അത് എന്താണ് നമ്മുടെ ഫസ്മിന സക്കീറിന്റെ സ്റ്റോറിക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്. അവൾ ഓൾറെഡി ഒരു പയ്യന്റെ കൂടെ റിലേഷനിലുള്ളപ്പോഴാണ് ഇവന്റെ കൂടെ ആയിട്ട് ആ ഒരു റിലേഷൻ കട്ട് ചെയ്ത് വിട്ടത്. പിന്നെ വേറെ ഏതൊരു പെൺകുട്ടീന്റെ ബോയ്ഫ്രണ്ടുമായിട്ട് റിലേഷനിലായിട്ട് ആ ഒരു പെൺകുട്ടി ബ്രേക്കപ്പ് ആയതൊക്കെ പറയുന്നുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്തായാലും മിസറിനെ നീ അർഹിക്കുന്നുണ്ട്, നിന്നെ മിസറി അർഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.